ലക്ഷ്മി നാരായണ വിദ്യാനികേതൻ പാലപ്പുറം ആൻഡ് ലക്ഷ്മി നാരായണ ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം. സമഗ്ര ശിക്ഷ കേരളം പദ്ധതി പ്രതിസന്ധിയിലാക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് KSTA ഒറ്റപ്പാലത്ത് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. KSTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി P. ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി കേരളത്തിലെ സമഗ്ര ശിക്ഷ കേരളം പദ്ധതി പ്രതിസന്ധിയിലാക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധമറിയിച്ചുകൊണ്ട് KSTA ഒറ്റപ്പാലത്ത് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ജില്ലാ ജോയിന്റ് സെക്രട്ടറി P. ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാവിലെ തിരുവനന്തപുരത്ത് RMS ഓഫീസിന് മുന്നിൽ KSTA സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSKയുടെ കാണിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ വലിയൊരു പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇന്ന് കേരളത്തിലെ വിവിധ ഉപജില്ലാ കേന്ദ്രങ്ങളിൽ ഇതുപോലെ പ്രക്ഷോഭ പരിപാടികളും പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിച്ചു വരുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇന്ന് ഈ ഒറ്റപ്പാലം സഭയുടെ നേതൃത്വത്തിൽ ഈ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഈ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കാൻ സംഘടന തീരുമാനിച്ചതിന്റെ ഭാഗമായി നടക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ വിദ്യാഭ്യാസ ചരിത്രത്തിന്റെ ചെറിയ സൂചന ഇവിടെ സ്വാഗതം പറഞ്ഞ സഖാവ് ഗിരീഷ് മാഷ് പറഞ്ഞു. എങ്ങനെയാണ് കേരളം ഇന്നത്തെ ഈ കാണുന്ന രീതിയിലേക്ക് മറ്റു സംസ്ഥാനങ്ങൾക്കും രാജ്യത്തിനും മറ്റു രാജ്യങ്ങൾക്കും മാതൃകയായി വിദ്യാഭ്യാസ മേഖലയിൽ മുന്നോട്ടെത്തിയതിന് പിന്നിൽ ഒരുപാട് ചരിത്രമുണ്ട്. ഈ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വിവിധ പ്രോജക്റ്റുകൾ പല കാലങ്ങളായിട്ട് വന്നിട്ടുണ്ട്. 97 പ്രൈമറി വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ DPEP എന്ന പ്രോജക്റ്റ് നിലവിൽ വന്നത്. ഒറ്റപ്പാലം ഉപജില്ലാ പ്രസിഡന്റ് S. സുജീഷ് അധ്യക്ഷത വഹിച്ചു. KSTA ഉപജില്ലാ സെക്രട്ടറി EP. ഗിരീഷ്, KRTA സെക്രട്ടറി ഉഷ, ജില്ലാ നിർവാഹക സമിതി അംഗം വെങ്കടേശ്വരൻ PM എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.